സമയമൊക്കെ നല്ലതാണെങ്കിൽ പണി വണ്ടി വിളിച്ച് വരുമെന്നാണ്. ഇതാ വണ്ടി വിളിച്ച് വന്നതാണ്. ഇത് മൊത്തം പൊളിച്ച് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഫുള്ള് സിലിണ്ടർ കിറ്റൊക്കെ ഇപ്പോൾ ഫുള്ള് മാറി പുതിയതാണ് സിലിണ്ടർ കിറ്റ്. ഹെഡ് ലേത്തി കൊടുത്തേക്കാണ്. അപ്പോൾ സംഭവം സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പണിയിലിടയ്ക്ക് കൈമൊത്തം അഴുക്കായതുകൊണ്ട് എടുക്കാഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വർഷം ആയിട്ടുള്ളൂ. ഇത് വണ്ടി ഒന്ന് പണിതിട്ട് മൊത്തം പണിതാണ്. എഞ്ചിൻ ഇളക്കി ഫുള്ള് പണിതാണ്. വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണിതാണ്. അപ്പോൾ അവിടുത്തെ പയ്യൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാഫ്റ്റിൻ്റെ പിന്നാണ്. അതായത് പിസ്റ്റൺ ഷാഫ്റ്റിൻ്റെ പിന്നാണ്. ഈ പിന്നിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 സർക്കിൾ ക്ലിപ്പ് വരും. അപ്പം പയ്യൻ അബദ്ധം പറ്റി. പയ്യൻ ഒരു സൈഡിൽ ഷാഫ്റ്റിൻ്റെ സർക്കിൾ ക്ലിപ്പ് ഇട്ടില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓയിൽ കത്താൻ തുടങ്ങി. നല്ലപോലെ ഓയിൽ കത്തുന്നുണ്ട്. ഭയങ്കര കത്തലാണ്. എടാ കാക്കേ പോടാ. അപ്പോൾ ഓയിൽ ഭയങ്കരമായിട്ട് കത്തുകയാണ്. ഒരു 100 കിലോമീറ്റർ ഓടുമ്പം ഏകദേശം 1 ലിറ്റർ ഓയിൽ വേണം. ആ കണ്ടീഷനിലായി. പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയൊക്കെ പോകുമല്ലോ പുകയടിക്കാൻ, മറ്റേ കൊതുക് നശീകരണം, ആ ഒരവസ്ഥയായിപ്പോയി. അങ്ങനെ എന്തായാലും ഞാൻ നമ്മുടെ സ്വന്തം ആശാനായിപ്പോയി വർക്ക്ഷോപ്പിലുള്ളത്. അപ്പോൾ ആശാനോട് ഞാൻ ചെന്ന് കാര്യം പറഞ്ഞ് ഇതുപോലെയാണ്, ഒരു കാര്യമില്ലാതെ ഒരു ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്താണ്, ഏറ്റവും ചെറിയ, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്താണ് ഏകദേശം 2200 രൂപയോളം അതിന് വിലയുണ്ട്. ആ സിലിണ്ടർ കിറ്റിന് മാത്രം 2200 രൂപ വിലയുണ്ട്. ബോർ ചെയ്യാൻ ഒന്നിനും പറ്റാത്ത കണ്ടീഷനിലായിപ്പോയി. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും മാക്സിമം നോക്കുക. ഇതിപ്പം വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിലാണെങ്കിലും ഞാൻ കൊണ്ട് ചെയ്യിപ്പിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം ആളായിപ്പോയി. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു പണിയും കിട്ടിയിട്ടുണ്ട് എൻ്റെ കാറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വർക്ക്ഷോപ്പുകാർ ശരിക്കും നമുക്കിട്ട് പണി തരും. ഒരു 90% അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് എൻ്റെ 2 അനുഭവങ്ങൾ, ഈ കിടക്കുന്ന കാറ് പണിതതിനകത്ത് എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. രണ്ടും എനിക്കിട്ട് പണി കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ബേസിക്കലി എല്ലാ വർക്ക്ഷോപ്പുകാരെയല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു 90% വർക്ക്ഷോപ്പുകാരും പണി ഉണ്ടാക്കി പണിയുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയെ കൊണ്ട് കൊടുത്തെന്നാൽ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇതിപ്പോൾ പയ്യൻ അബദ്ധം പറ്റിയതാണ്, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് എൻജിൻ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടികളുടെ കാര്യത്തിൽ പല ആളുകളും, എസ്പെഷ്യലി ഷോറൂമുകാർ ഭയങ്കര ഉടായിപ്പാണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടി എടുത്തതിന് ശേഷം 2 പ്രാവശ്യം മാത്രമേ ഞാൻ ഷോറൂമിൽ ഫ്രീ സർവീസിന് പോലും ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അല്ലാതെല്ലാം ഞാൻ പുറത്താണ് ചെയ്തത്. വാറണ്ടി കിട്ടുമോ കിട്ടത്തില്ല അതൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മൾ വണ്ടി കൊണ്ടു നടക്കുന്ന പോലെ ഇരിക്കും. വണ്ടിയുടെ എഞ്ചിൻ്റെ ബാക്കിയുള്ള വാറണ്ടിയും അല്ലെങ്കിൽ അതിൻ്റെ ലൈഫൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെ ഇരിക്കും. ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഒരു പ്രമുഖ മെക്കാനിക്ക് പണിതു. എനിക്ക് 8ൻ്റെ പണി കിട്ടി. 1.25 ലക്ഷം രൂപയോളം ഞാൻ ഈ വണ്ടിയിൽ രണ്ടാമത് മുടക്കേണ്ടി വന്നു. അവൻ എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു പൈസ വാങ്ങി. ആളെ ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ പ്രമുഖനായ മെക്കാനിക്കാണ്. ഓൾ കേരള അറിയപ്പെടുന്ന മെക്കാനിക്കാണ് പണിതിട്ട് എനിക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയത്. വഴിക്ക് വെച്ച് ക്രാങ്ക് ടൈമിംഗ് ബെൽറ്റ് പൊട്ടി റോഡിൽ പോയിട്ട് ഫുള്ള് റോക്ക് റാമ്പ് ഉൾപ്പെടെ എല്ലാം അടിച്ച് പൊട്ടിപ്പോയി. ഫുള്ള് തകർന്നു വണ്ടി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു വർക്ക്ഷോപ്പിൽ പണിയാൻ കൊടുത്തു. ആ പണിത വർക്ക്ഷോപ്പിൽ അപ്പോൾ ഈ ആദ്യത്തെ മെക്കാനിക്ക് പറഞ്ഞത് അതിൻ്റെ സിലിണ്ടർ മാറണം, പിസ്റ്റൺസ് മാറണം, അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം ആ പിസ്റ്റൺസിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളുകളി. പക്ഷേ രണ്ടാമത് ഈ സാധനം നമ്മുടെ ഇവിടെ തന്നെയുള്ള വർക്ക്ഷോപ്പിൽ പണിതു. അപ്പോൾ അത് പെർഫെക്റ്റ് എന്ന് പറയുന്ന എറണാകുളത്ത് അവിടെ കൊടുത്തുവിട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു പിസ്റ്റണിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഞങ്ങൾ ഫുൾ ഗ്യാരണ്ടി തരാം. ആ പിസ്റ്റൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് ആദ്യത്തെ മെക്കാനിക്ക് നമ്മളെ തേച്ചത്. ആ പിസ്റ്റൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വേറെ ആരാണെങ്കിലും സമ്മതിക്കില്ല. ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിലും വേറെ ആരാണെങ്കിലും സമ്മതിക്കില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ബന്ധങ്ങൾ മുറിച്ച് കളയാനുള്ളൊരു ബുദ്ധിമുട്ട്, അത് നമുക്ക് ബേസിക്കായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണല്ലോ. ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിക്കുന്നത്, പോട്ടേന്ന് വിചാരിക്കുന്നത്. അല്ലാതെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. വേറെ ഏത് വർക്ക്ഷോപ്പിൽ പണിതാലും ഈ ബൈക്ക് ഇന്ന് അവരുടെ കോസ്റ്റിൽ എനിക്ക് സിലിണ്ടർ കിറ്റ് മാറി തരണം. കാരണം അവരുടെ മിസ്റ്റേക്കാണ്. അവരുടെ ഒരു സർക്കിൾ ക്ലിപ്പ് ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു മേജർ പാർട്ടിൻ്റെ ഏറ്റവും ചെറിയൊരു ലോക്കാണ്. ആകെ ആ ഒരു 2 ലോക്കിലാണ് ആ സാധനം കിടക്കുന്നത്. അത് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ അവരത് ചെയ്തു തരേണ്ടതാണ്. പക്ഷേ ആളുടെ മുഖത്ത് നോക്കി എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വിട്ടു. അതുപോലെ ഞാൻ ഈ കാറിൻ്റെ കാര്യം. അപ്പോൾ വർക്ക്ഷോപ്പുകാർ, ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം വേറൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഈ 2 വണ്ടികളും പുറത്ത് കൊടുത്ത് പണിതിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ബേസിക്കായിട്ട് കൊടുക്കാറില്ല കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുണ്ട്. ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഫുൾ ടൂൾസ് എൻ്റെ കയ്യിലുണ്ട്, കംപ്ലീറ്റ് ടൂൾസും ഉണ്ട്. ഇത് റാഷറ്റ് ബോക്സുകൾ, അങ്ങനെ കംപ്ലീറ്റ് ടൂൾസും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഉണ്ട്. ഒരു വണ്ടി അഴിക്കണേലും പൊളിക്കണേലും ഉള്ള സാധനം മൊത്തം ഉണ്ട്. കാരണം നമുക്കറിയാം, കുറേ കാര്യങ്ങളറിയാം.
പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പുറത്ത് കൊടുക്കുമ്പം പല വർക്ക്ഷോപ്പിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അവർ അവരുടെ പൈസ വാങ്ങുന്നതിലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. അവർ പണിയെടുത്തിട്ട് പൈസ വാങ്ങിച്ചോട്ടെ. പക്ഷേ പറ്റിച്ചിട്ട് പൈസ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് വണ്ടി കൊടുക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എല്ലാ വർക്ക്ഷോപ്പുകാരെയല്ല, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ വർക്ക്ഷോപ്പുകാരെയല്ല. പണിയുണ്ടാക്കി പണിയുന്ന കുറേ വർക്ക്ഷോപ്പുകാരുണ്ട്. അവരുടെ ഇന്ന് ഒരു നെറ്റ് അഴിച്ചു വെച്ചാൽ നാളെ ആ നെട്ടും കൊണ്ട് നമ്മൾ ചെല്ലത്തോളം അറിയാവുന്ന വർക്ക്ഷോപ്പുകാരുണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ നോട്ടീസ് ചെയ്താൽ പിന്നെ ഒരിക്കൽ പോലും അവൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയും ചെയ്യരുത്. അത് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ഓക്കെ, അപ്പം നല്ല വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിന് തന്നെ ഒരു 1.25 ലക്ഷം രൂപ ഒരു കാര്യമില്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ആ വണ്ടി നീ പറഞ്ഞ ഒരു പ്രമുഖ മെക്കാനിക്ക് തന്ന പണി കാരണം കൊണ്ട് 1.25 ലക്ഷം രൂപ ഇരുന്നിരിപ്പിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അടിപൊളിന് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.